ഹായ് ഫ്രണ്ട്സ്, ചിന്തകളില്ലാത്ത ഒരു ദിവസം നമ്മുടെയൊക്കെ ലൈഫിലുണ്ടോ? നോ ചാൻസ്. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ഇമോഷൻസിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓരോ സെക്കൻഡിലും ഒരുപാട് ചിന്തകൾ നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകാറുണ്ട്, അല്ലേ? അതിൽ നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത് നമ്മളെ കൂടുതൽ ഹാപ്പി ആക്കാൻ സഹായിക്കുന്നു. എന്നാൽ ബാഡ് ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ ചിന്തകൾക്ക് കാന്തിക ശക്തിയുണ്ട്, തരംഗ ദൈർഘ്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ ചിന്തകൾ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. അവ അതേ തരംഗദൈർഘ്യമുള്ള സമാന വസ്തുക്കളെ കാന്തിക ശക്തിയോടെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. രോഗത്തെക്കുറിച്ചാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത്, എപ്പോഴും സംസാരിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് ആ രോഗം ആകർഷിക്കപ്പെടുകയും നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു രോഗിയായി മാറുകയും ചെയ്യും. എന്നാൽ എങ്ങനെ എൻ്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ എനിക്ക് ഏണിങ്സ് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഒരുപാട് സോഴ്സുകൾ നമ്മുടെ മുന്നിൽ വരികയും അതിലൂടെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കി നമ്മുടെ വെൽത്തിനെ ഗ്രോ ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ചില ആളുകൾ അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഫ്രീക്വൻസി ലോ ആകുന്നത് കൊണ്ട് അവർക്ക് ലഭിക്കാറില്ല. അതിന് കാരണം അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അവർ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. അതുകൊണ്ട് നിങ്ങളിൽ വരുന്ന ചിന്തകളെ ഐഡൻറ്റിഫൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഗാന്ധിജി പറഞ്ഞതുപോലെ യുവർ തോട്ട് ബിക്കം യുവർ വേഡ്സ്, യുവർ വേഡ്സ് ബിക്കം യുവർ ആക്ഷൻസ്, യുവർ ആക്ഷൻസ് ബിക്കം യുവർ ഹാബിറ്റ്സ്, യുവർ ഹാബിറ്റ്സ് ബിക്കം യുവർ ക്യാരക്ടർ, യുവർ ക്യാരക്ടർ ബിക്കംസ് യുവർ ഡെസ്റ്റിനി. നല്ല ചിന്തയുണ്ടാകുമ്പോഴാണ് നമുക്ക് നല്ല വ്യക്തികളായിരിക്കാൻ സാധിക്കുന്നത്. സോ നല്ലതായി ചിന്തിച്ച് നല്ല വ്യക്തിത്വമുള്ളവരായി മാറാൻ ശ്രമിക്കുക.